ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. മെയ് 14-നാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-ന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി. ഈ സമയം കൊടിമരത്തിനു ചുറ്റുമായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളും ക്രൈസ്തവ പാരമ്പര്യ വേഷം ധരിച്ചവരും വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തിന് പകിട്ടേകി. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചന പ്രഘോഷണവും നടന്നു. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടായിരുന്നു. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 7-നും വൈകിട്ട് 5:30-നും ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും. 11-ാം തീയതി ശനിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യ നടക്കും. 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും. 13-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5:30-ന് നടക്കുന്ന ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപത എമിരിറ്റസ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികനാകും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മെയ് 14-നാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. രാവിലെ 10:15-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ അന്തോണീസിനോടുള്ള ബഹുമാനത്തിനുമായി ഞങ്ങൾ ആശീർവദിച്ച് ഉയർത്തുന്ന ഈ പതാകയും ഞങ്ങളുടെ തിരുനാൾ ആഘോഷത്തെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതനായ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ്യം എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഞങ്ങളുടെ ഹൃദയ സമാധാനവും സൗഖ്യവും ദൈവിക കൃപാവരത്തിന്റെ സമൃദ്ധിയും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ.